പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. പ്രതികൾ കെ വി കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് പ്രത്യേക CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, 5 വർഷത്തെ തടവിനായിരുന്നു കെ വി കുഞ്ഞിരാമൻ മുൻ MLA അടക്കമുള്ള 4 പ്രതികളെ പ്രത്യേക CBI കോടതി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, മുൻ MLA ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ അടക്കം ഉള്ള പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി വിധിയുടെ അത് ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകിയിരിക്കുന്നത്. പ്രത്യേക CBI കോടതിയുടെ വിധി റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതികൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യവും പ്രതികൾ ഉന്നയിച്ചിട്ടുണ്ട്. 5 വർഷത്തെ തടവിനാണ് ഈ പറയുന്ന കുഞ്ഞിരാമൻ അടക്കമുള്ള 4 CPM നേതാക്കൾക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. കെ മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, കെ വി ഭാസ്കരൻ എന്നിവരാണ് കുഞ്ഞിരാമനെ കൂടാതെ ഹൈക്കോടതി മുൻപാകെ അപ്പീൽ നൽകിയിരിക്കുന്നത്. 5 വർഷം തടവിന് ശിക്ഷ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്ന പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. എന്തായാലും ഈ ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം, ഇടക്കാല ആവശ്യം എന്നുള്ള രീതിയിൽ ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി പ്രതികൾ ഉന്നയിച്ചിട്ടുണ്ട്. 22ാം പ്രതിയായിരുന്നു ഈ പറയുന്ന CPM-ന്റെ മുൻ ഉദുമ MLA ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ. 1ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ, അതായത് പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പീതാംബരൻ അടക്കമുള്ളവർക്ക് ഈ പ്രത്യേക CBI കോടതി ഇരട്ട ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷ വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 15ാം പ്രതിക്കും അതോടൊപ്പം തന്നെ 10ാം പ്രതിക്കുമായിരുന്നു. മൊത്തത്തിൽ 10 പ്രതികൾക്കായിരുന്നു ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചത്. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള, ഭാസ്കരൻ അടക്കമുള്ളവർക്ക് കോടതി വിധിച്ചത്, CBI കോടതി വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം തടവും അതോടൊപ്പം തന്നെ 1000 രൂപ പിഴയുമായിരുന്നു. എന്തായാലും ഈ CBI കോടതിയുടെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ നിലവിൽ ഈ ഒരു സർക്കാർ, അല്ലെങ്കിൽ CBIയുടെ അടക്കം നിലപാട്, എതിർകക്ഷികളുടെ നിലപാട് ഇക്കാര്യത്തിൽ മറുപടി എന്നുള്ള രീതിയിൽ ആരായുകയും ചെയ്യും. എന്തായാലും തങ്ങളുടെ ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നുള്ള ഒരു ഇടക്കാല ആവശ്യവും പ്രതികൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം രജനി, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നു CBI കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ഈ ഗൂഢാലോചനയിൽ അടക്കം പങ്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു CPM-ന്റെ നേതാക്കൾ നേരത്തെ സ്വീകരിച്ചതെങ്കിൽ CBI കോടതി വിധിയോടുകൂടി കൃത്യമായിട്ട് ഇതിൽ പങ്കാളിത്തമുണ്ട്. അതായത് ഈ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നതിലടക്കം കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് ഈ പറയുന്ന കെ വി കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരുന്നത്. അതടക്കം തെളിയിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷം തടവിന് 220B-യുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ചത്. എന്തായാലും CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ കേസിൽ നിലവിൽ ഈ അപ്പീൽ നൽകിക്കൊണ്ട് ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് 4 നേതാക്കളും, അതായത് കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിശദമായിട്ട് തന്നെ ഈ അപ്പീലിന്മേൽ വാദം കേൾക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ നൽകിയത്.